എത്ര ചെയ്താലും വിജയിക്കാത്ത ഒരു കൃഷിയാണ് പച്ചമുളകിന്റെ കൃഷി എന്ന് പറയാൻ വരട്ടെ. നമുക്ക് നല്ല രീതിയിൽ പച്ചമുളക് ഒന്ന് കൃഷി ചെയ്ത് നോക്കിയാലോ. നല്ല ഇനം മുളകിനങ്ങൾ ചൂസ് ചെയ്യുക എന്നതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. എന്റെ കൃഷിയിടത്തിൽ ഞാൻ പണ്ട് മുതലേ കൃഷി ചെയ്യുന്നത് നാടൻ തണ്ടൻ മുളക് എന്നൊരു വെറൈറ്റിയാണ്. എരിവായാലും ഫ്ലേവറിന്റെ കാര്യത്തിലായാലും മുൻപേ നിൽക്കുന്ന ഒരു മുളകാണ് ഈ ഒരു നാടൻ തണ്ടൻ മുളക്. അപ്പൊ ഈ ഒരു മുളകിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഇതിന് വലിയ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നല്ല രീതിയിലുള്ള വെള്ളവും നമുക്ക് വർഷങ്ങളായി കിട്ടുന്നുണ്ട്. മുളക് കൃഷിക്കായി മണ്ണൊരുക്കുമ്പോൾ ആദ്യം തന്നെ കുമ്മായം വെതറി നന കൊടുത്തൊരു 14 ദിവസം ആ മണ്ണ് ഇട്ടേക്കണം. പിന്നീട് അതിനകത്തോട്ട് നമുക്ക് ഒരു 30 ദിവസം നനച്ച് തണുപ്പിച്ചെടുത്ത കോഴിക്കാഷ്ടം, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ട്രൈക്കോഡെർമ ആൻഡ് സൂഡോമോണസ്, ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ട്രൈക്കോഡെർമയും സൂഡോമോണസും ഒരു ജീവാണു വളങ്ങളാണ്. ഇത് രണ്ടും ഓരോ ചെടിക്കും 20 ഗ്രാം കിട്ടുന്ന രീതിയിൽ മണ്ണിൽ വളത്തിന്റെ കൂടെ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡയറക്റ്റ്ലി നമ്മൾ മണ്ണിലേക്ക് വിത്തുകൾ പാകാതിരിക്കുക. ഏതെങ്കിലും ഒരു ഏരിയയിൽ സെലക്റ്റീവായിട്ട് നമ്മൾ വിത്തുകൾ പാകി നല്ല കരുത്തുള്ള തൈകൾ റെഡിയാക്കി എടുത്തിട്ട് ആ ഒരു തൈകൾ വേണം കൃഷിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. തൈകൾ നട്ട് കഴിഞ്ഞാൽ കൃത്യം 4-ാമത്തെ ദിവസം മുതൽ തന്നെ നമ്മൾ രോഗനിയന്ത്രണങ്ങൾ ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 കപ്പ് പുളിയുള്ള തൈര് എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ കഷ്ണം പപ്പായയുടെ ഇല, അതുപോലെ തന്നെ ഒരു 10 കഷ്ണം എരിവുള്ള പച്ചമുളക്, ഒരു വലിയ കഷ്ണം വെളുത്തുള്ളി. അപ്പൊ ഈ പച്ചമുളക്, വെളുത്തുള്ളി, പപ്പായയുടെ ഇല മൂന്നും കൂടെ നല്ലപോലെ പേസ്റ്റ് ആക്കിയതിന് ശേഷം ഇത് നമ്മുടെ തൈരിലിട്ട് ആഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് അത് അരിപ്പയ്ക്ക് അരിച്ചിട്ട് നമ്മൾ ഈ ഒരു സത്ത് 1-2 ദിവസം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം പിന്നീട് ഇത് നമ്മൾ ഇലകളിൽ ഡയറക്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുരടിപ്പ് രോഗങ്ങൾ വരുത്തില്ല. ഈ ഒരു മിശ്രം നമുക്കൊരു 7 ദിവസം കൂടുമ്പോൾ ഇലകളിൽ സ്പ്രേ ചെയ്യാം. പിന്നീടുള്ള വളപ്രയോഗങ്ങൾ എല്ലാ 7-8 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു ജൈവവളം, കമ്പോസ്റ്റ് വളമോ ചുവട്ടിൽ കൊടുക്കാം. അതുപോലെ തന്നെ 15 ദിവസത്തിൽ ഒരിക്കൽ മുട്ടത്തോട് പൊടിച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ ഡോളോമേറ്റോ നമുക്ക് 1 ടേബിൾ സ്പൂൺ എന്ന കണക്കിൽ ഒരു ചെടിയുടെ ചുവട്ടിൽ വെതറിയിട്ട് മണ്ണ് മൂടി കൊടുക്കാം. ഇത് ചെടിയുടെ ഓവറോൾ ഹെൽത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. മുളക് ചെടിയിൽ നല്ല പോലെ കായ്ഫലം ഉണ്ടാവും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പെസ്റ്റിസൈഡും ഈ ഒരു വളപ്രയോഗങ്ങളും നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള പച്ചമുളകിൽ നിന്ന് വിളവുണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡൊക്കെ ഫോളോ ചെയ്ത് കൃഷി ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാവരുടെയും കൃഷിത്തോട്ടങ്ങൾ മനോഹരമാവട്ടെ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.